ജമ്മുകശ്മീരിലെ കത്വയിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടർന്ന് സുരക്ഷാസേന. ഭീകരാക്രമണത്തിന് ശേഷം വനത്തിലേക്ക് കടന്ന പാക് ഭീകരർക്കായാണ് തിരച്ചിൽ തുടരുന്നത്. അതേസമയം ഡേഡയിലും സുരക്ഷാസേന സെർച്ച് ഓപ്പറേഷൻ നടത്തുകയാണ്. ഇന്നലെ ഡേഡയിൽ 2 ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തിരുന്നു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇത്തരത്തിൽ കത്വയിൽ കൃത്യമായ മറുപടി നൽകും എന്ന് ഭാരതം ഉറപ്പിച്ചിട്ടുണ്ട്. ഭീകരർക്കായുള്ള തിരച്ചിൽ നടക്കുകയാണ്. അപ്പോൾ തന്നെ ഡേഡയിലും അവിടുത്തെ സാഹചര്യം എന്താണ്? ലക്ഷ്മി, ഇന്നലെ വൈകുന്നേരം ഡേഡയിലും ഒരു വെടിവെപ്പ് നടന്നിരുന്നു. ഈ ഭീകരർ 2 ഭീകരർ വനമേഖലയിൽ ഒളിച്ചിരുന്ന സുരക്ഷാസേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയും പിന്നീട് സുരക്ഷാസേന തിരിച്ച് വെടിവെക്കുകയും ചെയ്തു. 2 ഭീകരരുണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അതിനാലാണ് ആ പ്രദേശത്തും ഇപ്പോൾ സെർച്ച് ഓപ്പറേഷൻ പുരോഗമിക്കുന്നത്. അതോടൊപ്പം കത്വയിൽ ഏതാനും 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഭീകരാക്രമണം ഉണ്ടായത്. സൈനിക വാഹന വ്യൂഹം മലമുകളിലൂടെ നീങ്ങുന്ന ഘട്ടത്തിൽ അവിടെ സുരക്ഷാ സേനയുടെ ഈ വാഹനത്തിന് നേരെ ഗ്രനേഡ് എറിയുകയും പിന്നീട് വെടിയുതിർക്കുകയും ചെയ്തു. അങ്ങനെ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് വീരമൃത്യു വരിച്ചത്. അതിനാൽ 2 സ്ഥലങ്ങളിൽ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. കത്വയിലേത് വലിയ ഭീകരാക്രമണമാണ്. സൈന്യത്തിന് നഷ്ടം സംഭവിക്കുന്ന 5 ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അവിടെ ഡ്രോണും മറ്റും ഉപയോഗിച്ചുള്ള നിരീക്ഷണവും പരിശോധനയും സുരക്ഷാസേന നടത്തുകയാണ്. പാക് ഭീകരവാദികളാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് സുരക്ഷാസേന ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഉപയോഗിച്ച പിസ്റ്റലുകൾ, തോക്കുകളും മറ്റും അമേരിക്കൻ തോക്കുകളാണ്. അതായത് പാക് ചാരസംഘടനയായ ISIയുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ആകാം, അതല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബ ആകാം. അങ്ങനെയുള്ള ഭീകരശക്തികൾ തന്നെയാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് സുരക്ഷാസേന വ്യക്തമാക്കുന്നത്. അതിനാൽ ഈ പാക് ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് കത്വ മേഖലയിൽ നടക്കുന്നത്. ഡോഡയിൽ ഉണ്ടായിട്ടുള്ള ഈ സുരക്ഷാസേനയ്ക്ക് നേരെ നടന്ന വെടിവെപ്പ്, അതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ജമ്മു കശ്മീർ സ്വദേശികളായ ഭീകരരാകാം, അതല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയവരാകാം. എന്തായാലും ഈ 2 പ്രദേശത്തും ഇപ്പോൾ സുരക്ഷാസേനയുടെ പരിശോധന തുടരുകയാണ്. ലക്ഷ്മി. ശരി.